റിസർച്ച് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനലിറ്റിക്കൽ റിസർച്ച് ഡിസൈനിനെ കുറിച്ചാണ്. ഇതൊരു വളരെ ഷോർട്ട് വീഡിയോ ആണ്. അനലിറ്റിക്കൽ റിസർച്ച് ഡിസൈൻ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുൻപ് നമ്മൾ റിസർച്ച് ഡിസൈനിനെ വ്യത്യസ്തമായിട്ടുള്ള റിസർച്ച് ഡിസൈൻസിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് കാണുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ഡയഗ്നോസ്റ്റിക് വീഡിയോസ് റിസർച്ച് ഡിസൈനിനെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം അനലിറ്റിക്കൽ റിസർച്ച് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ കാണാം. അപ്പൊ ഇതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ നമ്മൾ വീഡിയോയിലോട്ട് പോവാണ്. അനലിറ്റിക്കൽ റിസർച്ച് ഡിസൈൻ എന്താണ്? അനലിറ്റിക്കൽ റിസർച്ച് ഡിസൈൻ അനലിറ്റിക്കൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈനിന്റെ ഭാഗമാണ്. ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിന്റെ ഭാഗം. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിന്റെ നിലവിലുള്ള സാഹചര്യം അതേപോലെ പഠിച്ച് മനസ്സിലാക്കി പോരുന്നതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അവിടുന്ന് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് പഠിക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. അപ്പോ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ഡയഗ്നോസ്റ്റിക്കിൽ പഠിക്കുമ്പോ അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചു എന്ന് പറയണം. അപ്പൊ ആ ഇന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പഠനത്തെയാണ് അനലിറ്റിക്കൽ ഡിസൈൻ. അഥവാ നമ്മൾ ആ ഒരു റീസൺ ഐഡന്റിഫൈ ചെയ്യാൻ, റീസൺ ഫൈൻഡ് ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. ആ റീസൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പഠനമാണ് ഇത് അനലിറ്റിക്കൽ ഡിസൈൻ. അപ്പൊ ഇത് മൂന്നും ഒരൊറ്റ ഡിസൈൻ ആയിട്ട് പല ഓതേഴ്സും പറയുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവിനെയും ഡയഗ്നോസ്റ്റിക്കിനെയും അനലിറ്റിക്കലിനെയും. അപ്പോ ഇതിലിനി നമ്മൾ എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. In medical profession, a physician subject the patient to a number of test analysis such as measurement of blood pressure, blood urine, sugar, hemoglobin, cholesterol, etc. അതായത് ഒരു ഡോക്ടർ ഒരു വ്യക്തിക്ക് ഒരു രോഗമുണ്ട്, അപ്പൊ അതിന്റെ സിംറ്റംസ് കാര്യങ്ങൾ എല്ലാം പഠിച്ചു. അത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയാണ് കേട്ടോ, മനസ്സിലായോ? ഇനി ആ രോഗത്തിന്റെ കാരണം എന്താന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് ഡയഗ്നോസ്റ്റിക് സ്റ്റഡിയാണ്. ആ കാരണം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ടെസ്റ്റുകൾ നടത്തുകയാണ്. ആ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ചിലപ്പോ ബ്ലഡ് പ്രഷർ, യൂറിൻ, ഹീമോഗ്ലോബിന്, കൊളസ്ട്രോൾ ഒക്കെ അദ്ദേഹത്തോട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ ചെക്ക് ചെയ്ത് വരുന്ന ആ ഒരു പഠനത്തിന് നമുക്ക് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയും. അപ്പൊ ബ്ലഡ് പ്രഷർ, യൂറിന്, കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് അനലിറ്റിക്കൽ സ്റ്റഡി, ആ ചെക്ക് ചെയ്തൊരു കാരണം കണ്ടെത്തുന്നതിന് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി, ആ കാരണം കണ്ടെത്തിയിട്ട് ആ രോഗത്തെ കുറിച്ച് മൊത്തമായിട്ട് വിവരിക്കുന്നതിന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. ക്ലിയർ ആണ്? ആ രോഗി പോയിട്ട് കുറെ കാരണങ്ങൾ പറയും ഡോക്ടറിനോട്. ആ ഡോക്ടറിനോട് കുറെ കാരണങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ അങ്ങ് പഠിക്കും. അത് ഡിസ്ക്രിപ്റ്റീവ്. എന്നിട്ട് അതിന്റെ കാരണം കണ്ടെത്താൻ നോക്കുന്നു, അതിന് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി. ആ കാരണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം കുറെ ടെസ്റ്റിന് എഴുതുന്നു. ആ ടെസ്റ്റുകൾ അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. ഇനി നമ്മൾ കൊമേഴ്സ് ഫീൽഡിലോട്ട് വരുമ്പോൾ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ചിട്ട്, അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഒരു പഠനം നടത്തുകയാണ്. അപ്പൊ കമ്പനി ഫൈനാൻഷ്യലി സൗണ്ട് ആണോ അതോ അൺസൗണ്ട് ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റേഷ്യോസുകൾ കമ്പയർ ചെയ്യും, അതല്ലെങ്കിൽ ഒരുപാട് റേഷ്യോസുകൾ ഇവാലുവേറ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ലിക്വിഡിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഈ റേഷ്യോസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ ഈ റേഷ്യോസ് എല്ലാം അനലൈസ് ചെയ്യുന്ന ആ ഒരു സ്റ്റഡിനെ നമ്മൾക്ക് വേണമെങ്കിൽ അനലിറ്റിക്കൽ സ്റ്റഡി ആയിട്ട് കണക്കാക്കാം. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഇവിടെ സ്റ്റഡി ദ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു വൊളാറ്റിലിറ്റി ഓഫ് സെൻസെക്സ്. നമുക്കറിയാം ഇന്ത്യയിൽ സെൻസെക്സ്, BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ഇൻഡെക്സ് ആണ് സെൻസെക്സ്. സെൻസെക്സിലെ വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞ പ്രൈസിൽ വരുന്ന വ്യത്യാസം, അതല്ലെങ്കിൽ സെൻസെക്സിന്റെ പോയിന്റിൽ വരുന്ന വ്യത്യാസത്തിന് എന്തൊക്കെ കാരണങ്ങളാണെന്ന് പഠനം നടത്തുക. അതേപോലെ തന്നെ കമ്പയർ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ഫേം ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് സീക്ക് ടു റീസൺ ഫോർ ദി വേരിയൻസ്. ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. ആ ഫിനാൻഷ്യൽ പെർഫോമൻസിന്റെ ബേസിൽ അതിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിൽ വേരിയേഷൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുൻപുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മുൻപുള്ള വീഡിയോ ഒന്ന് കാണേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.